ഈ ക്രീമാണ് കേട്ടോ വാങ്ങിക്കേണ്ടത്. എല്ലാ മെഡിക്കൽ സ്റ്റോറിലും ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്ത് ക്രീം? ഫസ്റ്റ് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഇച്ചായ, ടിവിയിൽ പരസ്യം കാണിക്കുന്ന ഫെയർനെസ് ക്രീം. നീ പറയുന്ന കാര്യങ്ങൾ മൊത്തം ഞാൻ ആലോചിച്ചോണ്ടിരിക്കുകയല്ല. ഫെയർനെസ് ക്രീം. ഈ ക്രീം 2 ആഴ്ച ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഉണ്ടല്ലോ വെട്ടിത്തിളങ്ങും. എന്റെ പൊന്നുമോളുടെ സ്കിൻ ഇപ്പോഴേ വെട്ടിത്തിളങ്ങല്ലേ? ഇപ്പൊ അതിനേക്കാൾ കൂടുതൽ തിളക്കം എന്തിനാ? വലിയ കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി കൂടെ തിളങ്ങിന്ന് വെച്ചിട്ട് ഇച്ചായ കുഴപ്പമൊന്നുമില്ലല്ലോ. ഉണ്ടോ? ഇല്ല. എന്റെ ഇച്ചായ, എനിക്ക് പ്രായം കൂടി കൂടി വരികയല്ലേ, അപ്പൊ സ്കിന്ന് കുറച്ച് ഡള്ളാവും. ഇപ്പോഴേ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭാവിയിലേക്ക് പേടിക്കേണ്ട കാര്യമില്ല. എന്റെ പൊന്നു മക്കളെ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായില്ലേ, ഇനി ഈ തിളക്കം കൂട്ടിയിട്ട് ആരെ കാണിക്കാനാ? എനിക്ക് ഈ തിളക്കം ഓക്കെയാണ്. ഞാനൊരു കല്യാണം കഴിച്ചു പോയെന്ന് വിചാരിച്ചിട്ട് എന്റെ സൗന്ദര്യം ഞാൻ നോക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇച്ചായന്റെ കല്യാണം കഴിഞ്ഞതല്ലേ? ഇച്ചായൻ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കാതെയും കുളിക്കാതെയും ഷർട്ട് തേക്കാതെയും മുടി ചെയ്യാതെയൊക്കെയാണോ ഹോസ്പിറ്റലിൽ പോണത്? നല്ല കമ്പാരിസൺ, നല്ല സൂപ്പർ കമ്പാരിസൺ കേട്ടോ. എടി, പല്ല് തേക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്ന എന്തിനാണ്? ശുദ്ധിയായിട്ടിരിക്കുകയാണ്. ശുദ്ധിയായിട്ടിരുന്നാൽ നമുക്ക് അസുഖം വരില്ല. പിന്നെ ഷർട്ട് തേച്ചിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അച്ചടക്കത്തിന്റെ ഭാഗമാണ്. അതുപോലെയാണോ കണ്ണി കണ്ട ഈ ക്രീമൊക്കെ വാങ്ങിച്ച് ദേഹത്തിടുന്നേ? എന്റെ ഇച്ചായ, ഈ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. എന്താണ് ആ വ്യത്യാസം? ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൗന്ദര്യം എന്ന് പറഞ്ഞ ഒരു മുഖ്യ ഘടകമാണ്. കേട്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ പരസ്യത്തിലൊക്കെ കാണിക്കുന്ന ക്രീം എത്രത്തോളം റിലയബിൾ ആണ്? നമ്മൾ അതെങ്ങാനും വാങ്ങിച്ചുപയോഗിച്ച് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടായാലോ? എന്റെ പൊന്നു മോള്, ആസ് എ ഡോക്ടർ ഞാൻ പറയുകയാണ്, ഇതൊക്കെ കാശ് തട്ടിക്കാൻ വേണ്ടി ചെയ്യുന്നതാടി. ഓഹോ, ഇച്ചായന് മാത്രമല്ലേ ഉള്ളു ഈ ലോകത്ത് ബുദ്ധി? ഈ പരസ്യമേ കഴിഞ്ഞ 3 മാസമായിട്ട് ടിവിയിൽ വരുന്നുണ്ട്. ഒരുപാട് പേര് ഇത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്. ആർക്കും ഒരു കുഴപ്പവും വന്നിട്ടില്ല. കുഴപ്പം വന്നിരുന്നെങ്കിൽ ഈ പരസ്യം ഇപ്പോഴും വന്നോണ്ടിരിക്കോ? ഇച്ചായ വഴക്ക് വിട്. ഞാനില്ല ഈ പരസ്യം കണ്ടപ്പോ തൊട്ടേ വിചാരിച്ചാൽ വാങ്ങിക്കണമെന്ന്. പിന്നെ ആവട്ടെ എന്ന് കരുതി. ഇപ്പൊ ഞാൻ കാണിച്ചില്ലേ ഇതിന് ഈ മരുന്ന്, ഇതിനില്ലേ വെറും 1500 രൂപയുള്ളൂ. മരുന്നാ? അല്ല, ക്രീം. വാങ്ങിക്കണേ, വെറും 1500 രൂപ വാങ്ങിക്കണം. ആർക്കല്ലേ, ഞാൻ അയച്ചിട്ടേക്കാം. കയ്യൊക്കെ പിടിച്ച് എന്തൊരു സ്നേഹത്തിലാ ചോദിക്കുന്ന. അയ്യോ, വെറും 1500 രൂപയെന്ന്. ടിവിയിൽ വേറെ എന്തൊക്കെ പ്രോഗ്രാം ഉണ്ട്, അതൊന്നും കാണൂല. ഇങ്ങനെയുള്ള ഉടായ്പ പരസ്യങ്ങളും കണ്ടിരിക്കും. കാര്യം നേടാനുള്ള ആ സ്നേഹം ഘടാതെ ആകർഷിച്ചു. ഒരു ചെറിയ ട്യൂബിന് 1500 രൂപയോ? 1500 രൂപ നല്ല സ്വർണം കൊണ്ടുണ്ടാക്കിയാണ്. നല്ല സാധനങ്ങൾക്ക് പൈസ കൊടുക്കണം. ഇച്ചായൻ തന്നെ എപ്പോഴും പറയാറില്ലേ, പൈസയുടെ ലാഭം അല്ല നോക്കേണ്ടത്, സാധനത്തിന്റെ ഗുണമേന്മയാണെന്ന്. ഇതിന് ഗുണമേന്മയുണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാവുന്ന? ഇച്ചായ, കാശ് മുടക്കി ഇവര് ടിവിയിൽ പരസ്യം ചെയ്യുന്നത് എന്തുകൊണ്ടാ? അവർക്ക് ലാഭമുള്ളത് കൊണ്ട്. അവർക്ക് ലാഭമുള്ളത് എന്തുകൊണ്ടാ? അവരുടെ സാധനം വിറ്റ് പോകുന്നത് കൊണ്ട്. അവരുടെ സാധനം വിറ്റ് പോകുന്നത് എന്തുകൊണ്ടാ? അത് നല്ലതായതുകൊണ്ട്. നല്ല ബെസ്റ്റ് സിദ്ധാന്തം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന മദ്യമാണ്. അപ്പൊ അത് നല്ലതാണോ? അത് കുടിക്കുന്നതിന്റെ ആവശ്യം കാര്യമായിട്ട് നടക്കുന്നുണ്ട്. എന്റെ ആവശ്യം എന്തുവാ? എന്റെ മുഖം നല്ല തിളങ്ങണം, ഗ്ലോ ആവണം. അതിന് ഈ ക്രീം ബെസ്റ്റ്. ഒരു കാര്യം പറയട്ടെ, നിനക്ക് നിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് ഒരു ബോധവും. എൻ്റെ പൊന്നുമോളെ, നിന്റെ സ്കിന്നെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഗ്ലോയിങ് ആണ്. ഗ്ലോയിങ് ലൈക്ക് എനിത്തിങ്. എടീ, ആദ്യമായിട്ട് ഞാൻ നിന്നെ പെണ്ണ് കാണാൻ വന്ന് നിന്നെ കണ്ട പാടെ ഞാൻ തീരുമാനിച്ചു, ഇനി ഒരൊറ്റ പെണ്ണിനെ ഞാൻ കാണുകയില്ല, എനിക്കിനി വേറൊരു പെണ്ണ് വേണ്ട, നീ മാത്രം മതിയെന്ന്. എന്തുകൊണ്ടാ? എൻ്റെ പൊന്നുമോളുടെ സൗന്ദര്യം. 1500 രൂപയ്ക്ക് വേണ്ടിട്ട് അമ്മാതിരി തള്ളാട്ടാ തള്ളണത്. തള്ളല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. എടി, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ, എൻ്റെ പൊന്നുമോളെ, ഇതുവരെയും നിന്റെ സൗന്ദര്യത്തിന് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. നിന്റെ സ്കിന്ന് ബേബി സ്കിന്നായിരുന്നു. ഇപ്പോഴും തൊടുമ്പോണ്ടല്ലോ എന്തൊരു ബേബി സ്കിന്നാടി നിന്റെ. നിന്റെ കണ്ണ്, നിന്റെ മൂക്ക്, നിന്റെ ചിരി, അയ്യോ, ഇത് നീ സൗന്ദര്യധാമമാണ്. എന്തുകൊണ്ടാ നിന്റെ മുഖത്തിന്റെ ഗ്ലോ ഇതുവരെ പോകാത്തത്? എന്തുകൊണ്ടാ?
ഒരു കെമിക്കൽ നീ നിന്റെ മുഖത്ത് അപ്ലൈ ചെയ്യാത്തതുകൊണ്ട്. ആണോ ആ ഇച്ചായ, ഈ നമ്പറിലൊന്നും ഞാൻ വീഴൂല. ഇത്രയും വർഷത്തിന്റെ ഇടയ്ക്ക് ഇച്ചായൻ്റെ അടുത്ത് ഞാൻ ഒരു ആവശ്യവും പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞാണ്, അതിൽ ഇച്ചായം പിശുക കാണിക്കരുത്, എനിക്ക് വാങ്ങിച്ചു തന്നേ പറ്റത്തുള്ളൂ. പൊന്നു മോളെ, നമ്മൾ അറിഞ്ഞൂടാത്ത സാധനമൊക്കെ എടുത്ത് മുഖത്ത് തേച്ച് അവസാനം വെളുക്കാൻ തേച്ചത് പാണ്ടാകരുത്. ആണോ? ഓ, ഈ ലോകത്തിലുള്ള സകലമാന പെണ്ണുങ്ങൾക്കും വാങ്ങിച്ച് തേക്കാം, ആലീസിന് മാത്രം പറ്റൂല അല്ലേ? സകലമാന പെണ്ണുങ്ങളും തേക്കുന്നത് നിന്നോട് ആരാ പറഞ്ഞത്? ഉദാഹരണത്തിന് ഹോസ്പിറ്റലിൽ അനുരാധ എടുക്കുക. അനുരാധ മുഖത്ത് ഒരു കോസ്മെറ്റിക്സും ഉപയോഗിക്കുന്നില്ല. ഞാൻ ഒരു ദിവസം അനുരാധയോട് ചോദിച്ചു, അനുരാധ എന്താ കോസ്മെറ്റിക്സ് ഒന്നും ഉപയോഗിക്കാത്തത്? അപ്പോൾ പുള്ളിക്കാരി പറയുക, പുള്ളിക്ക് നാച്ചുറൽ ആയിട്ടൊരു സൗന്ദര്യമുണ്ട്, അതിൽ ഒരു കോസ്മെറ്റിക്സ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഷീ ലൈക്സ് നാച്ചുറൽ ബ്യൂട്ടി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നീ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ചു കൂട്ടാത്ത നാച്ചുറൽ ബ്യൂട്ടിയെ കുറിച്ച് നീ ചിന്തിക്കേ. നീ ഇതിനെക്കുറിച്ച് വ്യക്തമായി ചിന്തിച്ച് സ്വബുദ്ധിയിൽ മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കുക. വായിക്കാനല്ലേ നീ എന്തിനാ പത്രം എടുത്തേ? ഇച്ചായ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഇത്രയും വർഷത്തിനിടയ്ക്ക് ഈ കോസ് ബിസ്ക്കറ്റ് വാങ്ങിക്കുന്ന കാര്യം ഞാൻ എപ്പോഴെങ്കിലും ഇച്ചായനോട് പറഞ്ഞിട്ടുണ്ടോ? കോസ് ബിസ്ക്കറ്റ് അല്ല, കോസ്മെറ്റിക്. പൊന്നുമോളെ, തർക്കം വേണ്ട, നിനക്ക് ഞാൻ ആ ക്രീം മേടിച്ചു തന്നിരിക്കും. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഞാൻ ചോദിച്ച ഇച്ചായൻ സമാധാനം പറ. ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കണമെന്ന് ഞാൻ ഇച്ചായനോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങിക്കാത്തത് എന്താണ്, ഉപയോഗിക്കാത്തത് എന്താണെന്ന് ഇച്ചായൻ എന്നോട് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. പിന്നെ എന്നോട് ചോദിക്കാത്ത ചോദ്യം എന്തിനാ നിങ്ങൾ അനുരാധയോട് പോയി ചോദിച്ചത്? വേറെ കാര്യം ആലോചിക്കാൻ ടൈം എടുക്കല്ലേ. ഇച്ചായൻ തന്നെ അടുക്കളയിൽ വെച്ച് പറഞ്ഞത്. അത് വെറുതെ കാഷ്വലായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ വന്നതാ. കാഷ്വലായിട്ട് സംസാരിക്കുമ്പോ വേറെ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാം. അനുരാധ എന്താ കല്യാണം കഴിക്കാത്തതെന്ന് ചോദിക്കാം, അനുരാധയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കാം, ഇപ്പൊ സമയം എത്രയെന്ന് ചോദിക്കാം, ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ടെന്ന് ചോദിക്കാം. ഇതൊന്നും ചോദിച്ചില്ലല്ലോ. ഈ കോസ്മെറ്റിക് അതിന്റെ കാര്യം ചോദിച്ചെന്തിനാന്നേ? ചേട്ടാപ്പാട്, ഇതെന്തൊരു മാരണമാണ്. ഹിച്ചായ, എന്നോട് ചോദിക്കാത്ത ചോദ്യം അവളോട് ചോദിച്ചെങ്കിൽ അതിലെന്തോ കാര്യമുണ്ട്. എന്നെ അത്ര മണ്ടിയാക്കല്ലേ. നീ മണ്ടിയൊന്നുമല്ല. ഇത്രയും നേരം ക്രീം ആയിരുന്നു നിന്റെ പ്രശ്നം. അത് പതുക്കെ നൈസായിട്ട് അനുരാധയുടെ തലയെ കൊണ്ടിട്ടു. നിനക്ക് ഞാൻ ഈ ക്രീം മേടിച്ചു തരും, നീ ഇത് മുഖത്ത് വാരിയിട്ടോ. ബാക്കി വരുന്നത് എന്താണെന്ന് വെച്ചാൽ നീ തന്നെ അനുഭവിച്ചോ. പത്രം എടു.